റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിൽ ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. നമ്മളിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു കാര്യം, ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, മരണഭയം. ഇപ്പോൾ മനുഷ്യനായിക്കഴിഞ്ഞാൽ, മനുഷ്യനെന്നല്ല, ഈ ഭൂമിയിലെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. മരണഭയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് റേസ് ടു സക്സസിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ള ഡോക്ടർ PR ശ്രീ മഹാദേവൻ പിള്ള സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. സാർ, സ്വാഗതം. നമസ്കാരം. മരണഭയം, അത് മരണത്തെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? എനിക്ക് ഈ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കവിത എഴുതി. കവിതയുടെ പേര് പ്രിയ എന്നാണെങ്കിലും അത് മരണത്തെക്കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു. കവിത തുടങ്ങുന്നതന്നെ ഇങ്ങനെയാണ്: മരണമെൻ്റെ സവിധമെത്താൻ നേരമാകുമ്പോൾ പ്രിയേ, സദയം എൻ്റെ അരികിലെത്തി കനിവിൽ ആർദ്രയാകുമോ. ഇങ്ങനെയാണ് ഈ വരികൾ തുടങ്ങുന്നത്. ഇത് അവസാനിക്കുമ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുന്നത്, ഇനിയും ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിൽ വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് വഴി ഒഴിഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ കവിത. എനിക്ക് പാടാൻ അത്ര ഭംഗിയായിട്ട് കഴിയാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു ഗായകനെ കൊണ്ട് പാടിച്ചത് യൂട്യൂബിലിട്ടിട്ടുണ്ട്. ഒരുപാട് പേര് കേട്ട കവിതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് വെച്ചാൽ, ഈ കവികൾക്കൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ മരണചിന്തകൾ വരും. ഈ അസ്തിത്വ ചിന്തകളിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപിതമായ ഒരു ഭാഗമാണ് ഈ മരണചിന്തകളെന്നും പറയുന്നത്. അപ്പോൾ മരണചിന്ത ആകസ്മികമായിട്ട് നമുക്ക് എല്ലാവർക്കും വരും. അതിപ്പോൾ എനിക്കാണെങ്കിലും സുനിലിനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരും. അതൊരു പ്രായം കൂടിക്കഴിയുമ്പോൾ, ഒരു 50-60 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ ചിന്തകൾ കുറച്ചുകൂടെ ശക്തമാകുമെന്ന് മാത്രം. കാരണം നമ്മുടെ ശരീരം ചെറുപ്പമായിരിക്കുമ്പോൾ അത് ശക്തമായിരിക്കില്ല. ഇനി മറ്റൊരു കാര്യം, 99% ആളുകൾക്കും വല്ലപ്പോഴും ഈ ഒരു ചിന്ത വന്ന് അതങ്ങ് മാഞ്ഞു പോകും. നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കില്ല. ഇപ്പോൾ മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ യമധർമ്മനോട് പറയുന്ന പോലെ, ഈ ലോകത്തെ മഹാത്ഭുതം എന്ന് പറയുന്നത് താൻ ഒരിക്കൽ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ആ മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷേ 1% അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആളുകൾക്കോ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതവരെ അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കും. അത് മാനസിക വിഭ്രംശത്തിലേക്കോ അല്ലെങ്കിൽ രോഗങ്ങളിലേക്കൊക്കെ എത്താം. അപ്പോൾ മരണഭയം ഇല്ലാത്തവരാരുമില്ല. പക്ഷേ ഒരു 99% പേർക്കും അത് സ്ഥായീഭാവമല്ല, വല്ലപ്പോഴും ഒരിക്കൽ വരും. അപ്പോൾ കവിയാണെങ്കിൽ ഒരു കവിത എഴുതി തീർക്കും, ഗായകനാണെങ്കിൽ ഒരു പാട്ട് പാടി തീർക്കും, അതോടുകൂടി ഭയം അങ്ങ് മാറും. സ്ഥിരമായി ഇത് കൊണ്ട് നടക്കുന്നത് ഒരു ദുർലക്ഷണമാണ്. അത് അവരവരുടെ നാശത്തിന് തന്നെ വഴിവെക്കുകയും ചെയ്യും. അപ്പം നോർമലായിട്ടുള്ള ആളുകൾ മരണഭയത്തെ കൂടെ കൊണ്ട് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു വാക്കാണെങ്കിലും, മരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പിക്കും, അല്ലേ? വളരെയധികം ഞെട്ടിപ്പിക്കുന്ന, അത് വെച്ചാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണിത്. അങ്ങനെയല്ലേ സാറേ? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, മരണം ഇഷ്ടപ്പെടുന്നവരാരുമില്ല. അതെ. സത്യത്തിലൊരു ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഒരു വൈകാരിക വിസ്ഫോടനത്തിന്റെ അംശമാണ്. അവർക്കും സത്യത്തിൽ മരിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് ചില ബോഡി ഹോർമോൺസ് അവരെ അതിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അവരുടെ ഒരു റെഗുലറായിട്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. എന്ന് മാത്രമല്ല, ഇത്തരം സാവധാനത്തിൽ ചിന്തിക്കുന്നവരൊന്നും ആത്മഹത്യ ചെയ്യാറില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഹോർമോണൽ എക്സ്പ്ലോഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ മാനസിക രോഗമുള്ളവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ഒക്കെ ഉള്ളവർ ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടുന്നവർ. അപ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മരണം അവന് ഇഷ്ടമല്ല, മരിക്കാൻ അവന് താല്പര്യമില്ല. അവന് ജന്മസിദ്ധമായ പ്രകൃതിദത്തമായ ഒരു മരണമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രകൃതിദത്തമായ മരണം എന്ന് പറയുമ്പോൾ അതും പല രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രായപൂർത്തിയായി വയസ്സായി കുറേ കാലം ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി വരുന്നൊരു മരണവും, വളരെ ചെറുപ്പകാലത്ത് തന്നെ ചില രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണവും, അപകടങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണവും, അങ്ങനെ പല രീതിയിലുണ്ട്. ഇത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ 90 വയസ്സായാലും 100 വയസ്സായി കിടക്കുന്ന ഒരാളിനാണെങ്കിലും
മരണത്തെ വരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അവർക്ക് ഇനിയും കുറച്ചുകൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മ ഇപ്പോൾ മറ്റന്നാളാണ് അതിൻ്റെ ഈ വെള്ളിയാഴ്ച അതിൻ്റെ 1ാം വാർഷികമാണ്, 1ാം ആണ്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഒരു വർഷം തികയാണ് മരിച്ചിട്ട്. അവർ 95 വയസ്സാവും, 94 കഴിഞ്ഞ് 95 ആകാറാകുമ്പോഴാണ് മരിച്ചത്. 3-4 വർഷം കിടപ്പിലാകേണ്ടി വന്നു. പക്ഷേ അപ്പോഴും ജീവിതത്തെ ഉൾക്കൊള്ളാൻ, ആളുകളെ കാണാനും അവരോട് വർത്താനം പറയാനും ഒക്കെ ഒരു സ്വതസിദ്ധമായ, വർത്താനം പറയാൻ വിഷമമുള്ളപ്പോൾ കൂടി സ്വതസിദ്ധമായ ഒരു വാസനയുണ്ട്. അപ്പോൾ ഇത് മനുഷ്യവാസനയാണ്. മരിക്കാൻ താല്പര്യം ആർക്കും ഇല്ല. കഴിയുന്നിടത്തോളം ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും ഈ മരണഭയമില്ല. വേറെ ആർക്കുമില്ല, വേറെ ഒരു ജീവികൾക്കും ഇല്ല ലോകത്ത്. ചില സമയങ്ങളിൽ ഉണ്ടാവില്ല ഒരു പേടിയൊക്കെ, മരണഭയമില്ല. പേടി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പേടികൾ മാത്രമേ ഉള്ളൂ. മരണഭയമില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏതാണ്ട് 30 ബില്യണോളം ജീവികൾ ഈ ഭൂമിയിലുണ്ട്. അതിൽ ചിലത് മൈക്രോ സെക്കൻഡ് ആയുസ്സുള്ളത് തൊട്ടിട്ട് മനുഷ്യനേക്കാൾ കൂടുതൽ ആയുസ്സുള്ള ജീവികൾ വരെയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്ന് പറയുന്നത് ആമയാണ്. 300 വർഷത്തിന് മേലെയൊക്കെ ജീവിച്ചിരിക്കുന്ന ചില സ്പീഷീസുകളുണ്ട്. ആന 100-ന് മേലെ വർഷങ്ങളിൽ ചിലത് ജീവിച്ചിരിക്കാറുണ്ട്, ചില സ്പീഷീസുകൾ. പക്ഷേ ഒരു ജീവിക്കും മരണഭയം എന്നൊന്നില്ല. എന്ന് മാത്രമല്ല, അത് ഒന്ന് ശ്രദ്ധിച്ചാലറിയാം, നമുക്കൊരു മരണത്തെ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളോട് വളരെ അടുത്തവരാണെങ്കിൽ, അതൊരു ഏതാനും ദിവസങ്ങളോളം നമ്മുടെ ഓർമ്മയിൽ ചിലപ്പോൾ നിന്നു വരും. ഈ മറ്റ് ജീവികളെ സംബന്ധിച്ച് സയൻസ് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അതങ്ങ് അവരുടെ മെമ്മറിയും അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് കരുതാം. വാനിഷ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. മെമ്മറി എന്നത് ഇല്ലാതായി പോകുന്നു. അപ്പോൾ മരണഭയം ഒരു സാർവലൗകിക പ്രശ്നമൊന്നുമല്ല. വളരെ അപൂർവമായിട്ടുള്ള ചില മനുഷ്യർക്ക് സ്ഥായീഭവിക്കുന്ന ഒരു ഭാവമാണ്. നമ്മളെ സംബന്ധിച്ച് വല്ലപ്പോഴേ വരുള്ളൂ. പലപ്പോഴും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു മരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സിഗ്നൽസ് തരുമോ, നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ? ചില മരണങ്ങൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില മരണങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപകട മരണങ്ങൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം നടന്നു, ആ മരണങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സ്വതസിദ്ധമായ മരണങ്ങളുണ്ട്. അതായത് ബോഡി മരണത്തിന് വേണ്ടി തയ്യാറായിട്ട് ഉണ്ടാകുന്ന മരണങ്ങൾ. അത് 2 തരത്തിലാണ്. ഒന്ന് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഈ വയസ്സാവുമ്പോൾ നമ്മുടെ ശരീരം മരണത്തിന് വേണ്ടി സ്വയം തയ്യാറാകും. ഇപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ദിവസം മുന്നേ എൻ്റെ മകന് ഒരു മരുന്നിൻ്റെ പേര് അയച്ചു തന്നു. വാങ്ങിച്ചു വേണമെങ്കിൽ കഴിച്ചോളൂ എന്നുള്ള അർത്ഥത്തിൽ അയച്ചു തന്നു. മരുന്നിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പ്രിവെൻറ്റിങ് ഏജിങ് എന്നാണ് ആ മരുന്നിൻ്റെ ഒരു പ്രത്യേകത. പ്രായമാകുന്നതിനെ അത് തടയുന്നു. ഞാൻ ഒരെണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്, കഴിച്ചിട്ട് അതിൻ്റെ ഫലം പറയാം. അത് നമ്മുടെ സ്വതസിദ്ധമായ ഏജിങ്ങിനെ, ശരീരത്തിൻ്റെ ഏജിങ് ഒരു 10-40 വയസ്സാകുമ്പോഴത്തേക്ക് ഈ ഏജിങ് തുടങ്ങും. നമ്മുടെ കോശങ്ങളൊക്കെ നശിച്ചു തുടങ്ങും. നമ്മുടെ ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിച്ചു തുടങ്ങും. അങ്ങനെ വന്ന് ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ശരീരം തന്നെ സിഗ്നൽസ് തന്നു തുടങ്ങും. ഉദാഹരണത്തിന് ആദ്യമായിട്ട് സംഭവിക്കുക ശരീര അവയവങ്ങളുടെ ശക്തി കുറയുക എന്നുള്ളതാണ്. രണ്ടാമത് സംഭവിക്കുക ശരീര അവയവങ്ങളുടെ ആ സെൻസിറ്റിവിറ്റി, അതിനെ തൊട്ട് കഴിയുമ്പോഴുള്ള ആ ബോധം അത് കുറയുക എന്നുള്ളതാണ്. മൂന്നാമത് വരുന്നത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വേദന ഉണ്ടാവും. പിന്നെ മനസ്സാഗ്രഹിക്കുന്ന പോലെ ശരീരം ചലിക്കാതിരിക്കും. ഇതൊക്കെ തരുന്ന, നമ്മുടെ ശരീരം തന്നെ തരുന്ന ചില സിഗ്നൽസാണ്. ഇതേ സിഗ്നൽസ് തന്നെ ചിലപ്പോൾ രോഗം കൊണ്ടും വരാം. അത് ഇന്ന് മനുഷ്യനെ ഏറ്റവും പേടിക്കുന്ന ഒരു രോഗം ക്യാൻസറാണ്. ക്യാൻസർ, എല്ലാ ക്യാൻസറിനും ചികിത്സയില്ല എന്നല്ല, ചില ക്യാൻസറിന് ചികിത്സയുണ്ട്, രക്ഷപ്പെടാറുണ്ട്. പക്ഷെ അത് ഈ ക്യാൻസർ രോഗികൾക്ക് പലർക്കും അത് അറിയില്ല. പിന്നെ ഇന്നിപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ ചികിത്സ തന്നെ ഒരു വലിയ മാർക്കറ്റിംഗ് എലിമെൻ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലവ് കൂടിയ ചികിത്സ ആയതുകൊണ്ട് ക്യാൻസർ വരുന്ന പേഷ്യൻസിനൊക്കെ ഒരു ഭയം വരുന്നുണ്ട്, മരണത്തെ മുന്നിൽ കാണുന്ന ഒരു ഭയം. മറ്റുള്ളവർക്ക് അത്രയും വരാറില്ല. ഇതെന്തോ ഒരു അപകടത്തിലേക്ക് പോകുന്നു, ഞാൻ അധികം ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. എന്നാൽ വേറെ ചില രോഗങ്ങൾ, ഇപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു മരണമുണ്ട്. ഞാൻ ആ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ സന്നിഹിതനാണ്, കാണുന്നുണ്ട്. അത് എൻ്റെ അമ്മാവൻ്റെ തന്നെ മരണമായിരുന്നു. അമ്മാവൻ മരിച്ചത് 44 വയസ്സിലാണ്. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശരീരത്തുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും, മരണത്തിന് മുമ്പ് ഊർധ്വശ്വാസം വലിക്കുക എന്ന് പറയും, അത് ഞാൻ നേരിട്ട് കാണുകയുണ്ട്. അതായത് ശ്വാസം കിട്ടാൻ വിഷമമുണ്ടാവും ഒരല്പം മുമ്പ്. അപ്പം ഇതൊക്കെ മരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്.
മരിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ശരീരം തന്നെ നമുക്ക് സിഗ്നൽ തരും. ഒരു പ്രായം എത്തുമ്പോൾ നമുക്കൊക്കെ, ഇപ്പോൾ നമ്മളത് അനുഭവിച്ച് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, നമുക്കിപ്പോൾ എൻ്റെയൊക്കെ ശരീരം ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു പ്രായം എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങും നമ്മൾ മരണത്തിലേക്ക് എത്തുകയാണെന്ന്. അങ്ങനെ അപകടമല്ലാതെയാണ് മരണത്തിലേക്ക് എത്തുന്നതെങ്കിൽ, സ്വാഭാവിക മരണമാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമുക്ക് അറിയാൻ കഴിയും. എൻ്റെ അമ്മാവൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് അറിയാമെന്ന്. അദ്ദേഹം മരിച്ച ദിവസം രാവിലെ എനിക്കൊന്ന് ചങ്ങനാശ്ശേരിയിലെ ഒരു ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് എന്നെ അസൈൻ ചെയ്തിരുന്നു. അപ്പം ഞാനതിന് പോകാൻ വേണ്ടി രാവിലെ തലേദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക് ചെന്ന് ഞാൻ സാധാരണ പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ ചലനം ഏറ്റിരുന്നതിന് മുന്നേ തന്നെ ഒരു പ്രത്യേക രോഗമായിരുന്നു, മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അപ്പോൾ കണ്ണിന് മാത്രമേ ചലനശേഷി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നാളെ ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോവാണ് എന്ന് പറഞ്ഞു, ഇന്ന് രാത്രി പോവും, നാളെ അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുകൊണ്ട് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ആ സിഗ്നൽ മനസ്സിലായി. കണ്ണടച്ച് കാണിച്ചു, അത് മാത്രമേ അദ്ദേഹത്തിന് അപ്പോൾ ചലനശേഷിയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പിറ്റേന്ന് പോകണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പിറ്റേന്ന് പോയില്ല. അതുകൊണ്ട് അദ്ദേഹം മരിച്ച ദിവസം കൂടെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തെക്കുറിച്ച് അറിയാമായിരുന്നു തലേ ദിവസം എന്നാണ് ഞാനിതിന് മനസ്സിലാക്കുന്നത്. അത് പലർക്കും, ഈ പ്രായമായി മരിക്കുന്നവർക്കും പലർക്കും അങ്ങനെ അറിയാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് മരണത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് വരുന്നത്. ഈ പാരമ്പര്യമായിട്ട് നമ്മുടെ ആയുസ്സിന് വല്ല ബന്ധമുണ്ടോ? വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് പാരമ്പര്യം നമ്മുടെ ജനിതക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ ഒരു പ്രധാന ഘടകമാണെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ തന്നെ 1-2 തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മയുടെ വീട്ടിലും അച്ഛൻ്റെ വീട്ടിലും 40-45 ഇടയ്ക്ക് പ്രായത്തിൽ ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കും ആ ജനറ്റിക്കൽ പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്കൊരു ഈ മരണഭയം കൂടുതലായിരുന്നു എന്ന് പറയാം 40-45 വർഷക്കാലത്ത്. പക്ഷെ എന്തുകൊണ്ടും എനിക്കതുണ്ടായില്ല. അപ്പോൾ അതിന് അങ്ങനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ജനിതക ഘടകമായിട്ട് ഞാനൊരു ഉദാഹരണം തന്നെ പറയാം. ഒരുപക്ഷെ സുനിലിന് അറിയായിരിക്കും, സിനിമ സംവിധായകനൊക്കെ ആയിരുന്ന പി പത്മരാജൻ. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ കസിൻ ബ്രദറാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മക്കളാണ്. ഒരു 4-5-6 പേരുണ്ട്. അതിൽ പപ്പേട്ടനെന്ന് സമൂഹം പൊതുവെ അറിയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഒരു ഐ സ്പെഷ്യലിസ്റ്റായിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു. അദ്ദേഹവും 40-45 ഇടയ്ക്കാണ് മരിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ ഒരു ആർമി ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹവും ഇതേ പ്രായത്തിലാണ് മരിച്ചത്. പി പത്മരാജനും അതേ പ്രായത്തിലാണ് മരിച്ചത്. ഈ 40-45 ഇടയ്ക്കുള്ള പ്രായത്തിലാണ് മരിച്ചത്. അപ്പോൾ അതിലൊരു ജനിതക ഘടകം ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ ഫീൽ ചെയ്തിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ, അദ്ദേഹം ആ പ്രായത്തിലല്ല മരിച്ചത്, അദ്ദേഹത്തിൻ്റെ അനുജൻ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഈ പ്രായത്തിൽ ഇതുപോലെ അവർക്ക് 3 പേർക്ക് സംഭവിച്ച പോലെ കാർഡിയാക് അറസ്റ്റ് വന്നു. പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ അത് ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ജനിതക ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് ഇനി വൈദ്യശാസ്ത്രം കൃത്യമായിട്ടത് പറയേണ്ടിയിരിക്കും. പക്ഷേ വൈദ്യശാസ്ത്രത്തിൻ്റെ ചില ലേഖനങ്ങൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ബോഡിയിലെ ചില ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഇങ്ങനെയുള്ള മരണങ്ങളുമായിട്ട്, ഇപ്പോൾ ക്യാൻസർ, കാർഡിയാക് അറസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ക്യാൻസറിന് പ്രത്യേകിച്ചും. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരി ക്യാൻസർ വന്നാണ് മരിച്ചത്. അപ്പോൾ എനിക്ക് അപ്പോഴും തോന്നിയിരുന്നു നമുക്ക് കൂടുതൽ വരുമോ, വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ. അപ്പോൾ ജനറ്റിക്കൽ ഘടകങ്ങൾ എല്ലാവർക്കും ഒരുപോലെ വരുന്നില്ല. ഒരുപക്ഷെ അതിലും ഈ സ്വതസിദ്ധമായുള്ള ജീൻ ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ടാകാം. ഈ ഒരു ടെക്നോളജി ഇപ്പം എന്തായാലും വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ഇതിന് തടയിടാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? വൈദ്യശാസ്ത്രമൊക്കെ അത്രയധികം പുരോഗമിച്ചു. തീർച്ചയായിട്ടും ഈ ജെനോമിക്സിൽ അതിനുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ആൻറ്റി ഏജിങ്ങിനുള്ള മരുന്നെന്ന് പറയുമ്പോൾ തന്നെ എന്താ അർത്ഥം? അത് ശരീരത്തിലെ ഏതെങ്കിലും ഘടകത്തെ, ഈ മരണത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഘടകത്തെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആരോഗ്യം കൂട്ടാനുള്ള ഏതെങ്കിലും ഒരു ഘടകത്തെ വർദ്ധിപ്പിക്കാനോ ഉതകുന്നതായിരിക്കാം. എന്ന് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ, ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ജീൻ പരിശോധന നടത്തിയതിന് ശേഷം ആ ജീനിൽ ഡെത്ത് കോസിങ് എലിമെൻറ്റ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശാസ്ത്രീയ രീതി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു പഴം എടുക്കാമെന്ന് വെച്ചാൽ, ആ പഴത്തിനകത്ത് അത് പഴുക്കാനുള്ള എന്ത് പാർട്ടാണോ ഉള്ളത് ആ പാർട്ടിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഴം പച്ചയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ജീവനെ നിലനിർത്താൻ, ജീവൻ ഉണ്ടാക്കാനും നിലനിർത്താനും ഒന്നും മറ്റൊരു ജീവി വേണമെന്നില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്.
കോശങ്ങളുടെ കൾച്ചർ വഴി അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യ കോശത്തെ എടുത്ത് കൾച്ചർ ചെയ്ത് അതിനകത്ത് ഏതാണ് ഡെത്തിനെ സഹായിക്കുന്ന ജീനുകളെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യക്തി ജനിക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി ബീജസങ്കലനം നടക്കുമ്പോൾ തന്നെയോ ആ ജീനിനെ എടുത്ത് കളയാം. ആ ജീനിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം ആയുസ് കിട്ടാനുള്ള സാങ്കേതികവിദ്യ പറ്റും. അത് എന്ന് മാത്രമല്ല, കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഡെലിവറി, പ്രസവം എന്നുള്ളൊരു പ്രക്രിയ വളരെ കുറയും. ഇപ്പം തന്നെ സ്ത്രീകൾക്ക് പൊതുവെ പ്രസവം വേണ്ട എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ എംബ്രിയോസ് ആയിരിക്കും, കൃത്രിമമായ ഗർഭപാത്രങ്ങളാണ് വരാൻ പോകുന്നത് ഭാവിയിൽ. ഇപ്പം തന്നെ ഞാൻ മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിക്കേണ്ട, ഇപ്പോൾ മീനും ഇറച്ചിയൊക്കെ പല വിദേശ രാജ്യങ്ങളിലും ഈ മൃഗങ്ങളെയും മത്സ്യത്തെയൊന്നും കൊന്നിട്ടല്ല ഉണ്ടാക്കുന്നത്, അതിൻ്റെ സെല്ലെടുത്ത് കൾച്ചർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുരുഷൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയോ അണ്ടവും ബീജവും അണ്ടവും എടുത്ത് കൃത്രിമമായിട്ട് സങ്കലനം നടത്തി അത് ഒരു കൃത്രിമ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന സംവിധാനം. ഇനി അതും കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ടെക്നോളജി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിന് പുരുഷനും സ്ത്രീയും തന്നെ വേണമെന്നില്ല, ഒരു മനുഷ്യൻ്റെ ഒരു കോശം എടുത്തിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും. ആ സാങ്കേതികവിദ്യ ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു അച്ഛനും അമ്മയും വേണമെന്ന് തന്നെ ഇല്ല, ഒരു സിംഗിൾ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ മാത്രം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കോശത്തെ കൾച്ചർ ചെയ്ത് മറ്റൊരു ജീവിയാക്കി എടുക്കാൻ പറ്റും. അതിനൊക്കെയുള്ള ജനറ്റിക്സ് ഇന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ആ കോശത്തിനകത്ത്, ഇപ്പോൾ മനുഷ്യനുണ്ടാകുന്ന ആദ്യം ഒരു കോശത്തിൽ നിന്നാണല്ലോ, ആ കോശത്തിനകത്തു നിന്ന് തന്നെ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ജീനുകളെ നീക്കം ചെയ്യാനുള്ള സാങ്കേതികവിദ്യയിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അതുകൊണ്ട് ദീർഘായുസ്സോടുകൂടി ഇരിക്കുന്ന മനുഷ്യനെ ഭാവിയിൽ സൃഷ്ടിക്കാൻ കഴിയും. അത് ഇപ്പോൾ അത്രമാത്രം വികസിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും അത്ര ദീർഘായുസ് വരുമ്പോഴും ചില പ്രകൃതിദത്തമായ എലിമെൻറ്റ്സ് അതിനകത്ത് കടന്നുകൂടാകുകയില്ല. മരണമില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോൾ പറയാറായിട്ടില്ല. അത് ഇതുവരെയുള്ള ഗവേഷണത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ആയുസ് ദീർഘിപ്പിക്കാനുള്ള സാങ്കേതികവിദ്യ ഇന്ന് തന്നെ ലഭ്യമാണ്. ശരിക്കും നമ്മളിപ്പോൾ പിറന്നാളൊക്കെ ആഘോഷിക്കാറുണ്ടല്ലോ ഓരോ വർഷം കഴിയുന്തോറും. ശരിക്കും ഓരോ വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഇന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫ് അങ്ങ് കഴിഞ്ഞു, നമ്മൾ നമ്മുടെ എന്താ പറയുക എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. അതുപോലെ നമ്മളിങ്ങനെ എണ്ണപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയില്ല, ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല അതല്ലേ. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, പിറന്നാൾ ദിവസം വയസ്സ് ചോദിക്കരുതെന്ന് പറയും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സൂടെ കഴിഞ്ഞിരിക്കുന്നു, അപ്പം നമ്മൾ മരണത്തോടെ അത്രയും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജനിച്ചാൽ മരിക്കുമെന്ന് നമുക്ക് അറിയാമെങ്കിലും ഓരോ വയസ്സ് കഴിയുന്തോറും നമ്മൾ മരണത്തിനോട് അടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടമല്ല പൊതുവെ. കാരണം അത് ഓർമ്മിപ്പിക്കൽ തന്നെ, ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ഓർമ്മിപ്പിക്കൽ ചിലർ തമാശ രീതിയിൽ പറയുമെങ്കിലും പൊതുവെ പറയുമ്പോൾ നമ്മുടെ വയസ്സ് കൂടുന്തോറും നമ്മുടെ കൺസേൺ, അതിനെക്കുറിച്ചുള്ളൊരു വ്യാകുലത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്, ഒരു മധ്യവയസ്സ് കഴിഞ്ഞ പലരും മരണത്തെ എടുക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഓരോ ആളും മരണത്തെ ഇപ്പോൾ ബിസിനസ്സിലൊരു തത്വമുണ്ട്, എൻ്റെ ബിസിനസ് എൻ്റെ കാലശേഷം ആര് നടത്തുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബിസിനസ് തുടങ്ങാൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലൊരർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അതിന് കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നിടം കാലത്തെ നമ്മുടെ ഈ സെൻസ്, നമ്മുടെ ഈ ശരീരത്തിൻ്റെ ധാരണകളൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമില്ല. പലരും അതോർത്ത് വ്യാകുലപ്പെടാറുണ്ട്, എൻ്റെ കാലശേഷം എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിക്കും, എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും. അത് വളരെ അർത്ഥശൂന്യമായ ഒരു വികാരമാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും മരണഭയം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണ്ടേ? കാര്യം ഇത് നമുക്ക് നമ്മുടെ മരണത്തെക്കാളും ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക. കാര്യം നമ്മളത് അനുഭവിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇതിനെങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട്, പൊതുവേ ഇത് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, എങ്കിലും ഇതിന് നമുക്കൊന്ന് പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ, കുറച്ചുകൂടെ ലഘുവായിട്ട് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കാം? ഈ മരണചിന്തയ്ക്ക് ഒരു വലിയ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ അഹങ്കാരി അല്ലാതെ നിലനിർത്തുന്നതിൽ മരണവും രോഗവുമാണ് കാരണം. രണ്ട് കൺട്രോളിങ്, രണ്ട് കടിഞ്ഞാണുകളാണ്. ഈ മരണ ചിന്ത ഇല്ലെങ്കിൽ, ഞാനും ഒരു ദിവസം മരിക്കുമെന്നൊരു ചിന്തയില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ജീവിയായി മാറും മനുഷ്യൻ. കാരണം അത്ര ബുദ്ധിയുള്ളവനാണ്. അപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് എൻ്റെയും ദിവസം ഒരു ദിവസം ഉണ്ടാവും,
എൻ്റെയും മരണം ഒരു ദിവസം ഉണ്ടാവും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാവുന്നതുകൊണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ രോഗങ്ങൾ. രോഗപീഠ വരുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്നതുകൊണ്ട് അതൊരു പോസിറ്റീവ് കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ. ഉദാഹരണത്തിന് നമ്മൾ ഈ നിലവിഴാൻ ഉപയോഗിക്കുന്ന കാളകൾക്കും അതുപോലെ വണ്ടി കെട്ടുന്ന കുതിരകൾക്കുമൊക്കെ ഒരു മൂക്കിലൊരു കടിഞ്ഞാണിടും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് അനിയന്ത്രിതമായി പോവുകയാണെങ്കിൽ ഈ കടിഞ്ഞാണെ പിടിച്ച് വലിക്കും. അപ്പോൾ അതിന് വേദനിക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കടിഞ്ഞാണാണ് ഈ മരണം അല്ലെങ്കിൽ രോഗം. പക്ഷെ അത് മനുഷ്യൻ്റെ അഹന്തയെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം കാരണമാണ്. ഇപ്പോൾ ആത്മീയമായ കൃതികളൊക്കെ എടുത്തു നോക്കൂ. ഇപ്പോൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന വായിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൽ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ടാണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. മിക്ക ആത്മീയ ഗ്രന്ഥങ്ങളിലും അങ്ങനെയുണ്ട്. ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ മരണത്തെ ഒരു ദൈവശിക്ഷ അല്ലെങ്കിൽ ദൈവം തരുന്ന ഒരു നിയന്ത്രണം, രോഗത്തെ ഉൾപ്പെടെ അങ്ങനെ കാണിച്ചുകൊണ്ട് അതുവഴി മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മരണത്തിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മാത്രമാണ്. മറ്റുള്ളതൊക്കെ നെഗറ്റീവ് സൈഡാണ്. പിന്നെ മരിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് ചത്ത് മറ്റൊന്നിന് വളമായി തീരുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ശേഷം ഇനി എത്രയോ ജന്മങ്ങൾ വരാനുണ്ട് ഇവിടെ. അതുകൊണ്ട് അത് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു മരം പട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് അതിൻ്റെ ഒരു വിത്ത് കിളിച്ച് വീണ്ടും മരമാകുമ്പോൾ ഈ ആദ്യത്തെ മരം അതിന് വളമായി മാറുകയാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. ഒന്ന് ചത്ത് വളമായി മാറിയാലേ അടുത്തതിന് അതിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ ഭൂമിയിൽ ഈ മരണമില്ലാത്ത കാലം, കാലനില്ലാത്ത കാലം എന്ന് പറഞ്ഞ് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തമാശ കവിതയുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ മരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥ. കുഞ്ചൻ നമ്പ്യാർ 5 നൂറ്റാണ്ട് മുമ്പേ അത് മുന്നിൽ കണ്ടെന്ന് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മരണമില്ലാത്ത ഒരു അവസ്ഥ അപകടകരമാവും. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഡാൻ ബ്രൗണിൻ്റെ ഒരു നോവലിനകത്ത് ഒരു പ്രത്യേകതരം അണുക്കളെ പ്രകൃതിയിലേക്ക് വിന്യസിക്കുന്ന വില്ലൻ ചെയ്യുന്നതായിട്ടൊരു കഥയുണ്ട്. അതിനകത്ത് ഈ അണുക്കൾ മനുഷ്യന്മാരെയൊക്കെ പ്രത്യുൽപാദന ശേഷി ഇല്ലാത്തവരാക്കി മാറ്റും. വളരെ കുറച്ച് പേർക്ക് മാത്രമേ, 1/3 മനുഷ്യർക്ക് മാത്രമേ അടുത്ത തലമുറയെ ജനിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ജനസംഖ്യ ഇതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുമെന്നാണ് അതിലെ വില്ലൻ പറയുന്നത്. അതുപോലെ ഈ മരണമില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് വേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് അനിയന്ത്രിതമായ ഭൂമി ഇപ്പം തന്നെ 850 കോടിയോളം ആയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഭൂമിയുടെ ഭാരമൊന്നും കൂടില്ല, കാരണം ഇവിടെ ഉള്ളത് തന്നെയാണ് മനുഷ്യനായി മാറുന്നത്. പക്ഷേ ഭൂമിയിലെ വിഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്ര ഇല്ലാതായി വരുന്നൊരു ഘട്ടം വരും. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ സ്ഥിതി നോക്കൂ. 145 കോടി ജനങ്ങളായി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഇന്ത്യയിലാണ്. അപ്പോൾ മരണം ആവശ്യമാണ്. പിന്നെ ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആവശ്യമില്ല എന്ന് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെന്തായാലും സംഭവിക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതെപ്പോഴാണ് നമുക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം അതുവരെ നമ്മൾ പോസിറ്റീവായിട്ട്. പിന്നെ നമ്മളിന്ന് മരണത്തെ വലിച്ചു നീട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് മുമ്പ് 30-33 വയസ്സുണ്ടായിരുന്ന ആയുസ് ഇന്ന് കേരളത്തിലെ 74 മേലിലായി ശരാശരി ആയുസ്. അപ്പോൾ മരണത്തെ ഇത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഇനി 74 എന്നുള്ള ഇപ്പം യൂത്തിൻ്റെ ഡെഫിനേഷൻ തന്നെ 65 വയസ്സ് വരെ യൂത്ത് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അത് മാറിക്കൊണ്ടിരിക്കും. ഒരു 100-150 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, അതുവരെ ജീവിച്ചിരിക്കാനുള്ള സങ്കേതങ്ങൾ, ടെക്നിക്സ് നമ്മൾ ഇനിയും കണ്ടെത്തും. അപ്പോൾ ആയുസ് നീട്ടുകൊണ്ടേയിരിക്കും. പലരും പറയാറുണ്ട് പണ്ടൊക്കെ ആയുസ് കൂടുതലാണ്. അത് ശരിയല്ല. വളരെ അപൂർവം വരെ പണ്ടൊക്കെ കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളൂ. മജോറിറ്റി അതുകൊണ്ടല്ലേ ശരാശരി ആയുസ് 33-34 ഒക്കെ ആയിരുന്നത്. ഇപ്പോൾ ഒരു നൂറ്റാണ്ടുകൊണ്ട് ആയുസ് ഏകദേശം 2.5 ഇരട്ടി വർദ്ധിച്ചു. ഇനിയും അത് കൂടും. ഇനി വരുന്ന ഒരു നൂറ്റാണ്ടുകൊണ്ട് ചിലപ്പോൾ ആയുസ് ഇരട്ടി വർദ്ധിച്ചു എന്ന് പറയും. അപ്പം നമ്മുടെ അടുത്ത തലമുറ ഒരു 150 വയസ്സെന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമാകാൻ ചിലപ്പോൾ. എന്തായാലും ഒരുപാട് സന്തോഷം സാർ. ഒരു നെഗറ്റീവായ ടോപ്പിക്കായിരുന്നു. എന്തായാലും അത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി.